എല്ലാവർക്കും നമസ്കാരം. വളരെ തിരക്കുള്ള നമ്മുടെ ജീവിതം നമ്മളോട് തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. ജീവിതത്തിൽ ഒരല്പം ധ്യാനമുണ്ടാകണം. ജീവിതത്തിൻ്റെ തിരക്കുള്ള വഴികളിൽ ഒരു കല്ലേറ് ദൂരം മാറിയിരുന്ന് പ്രാർത്ഥനാ നിർഭരമായ ധ്യാനം നയിച്ച ക്രിസ്തു നമ്മെ ഓർപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും അതിന് സ്ഥാനമുണ്ടെന്നാണ്. പലപ്പോഴും ജീവിച്ചു വരുമ്പോൾ പിടികിട്ടാത്തത് നമുക്ക് നമ്മളെ തന്നെയാണ്. ടീച്ച് നറ്റ് ഹാൻ പറയുന്നു, മെഡിറ്റേഷൻ ഈസ് ഓഫറിംഗ് യുവർ ജെന്യുവൻ പ്രസൻസ് ടു യുവർ സെൽഫ് ഇൻ എവറി മൊമെന്റ്. വളരെ പ്രതിസന്ധികളിലൂടെ അരാജകത്വത്തിലൂടെ കടന്നു പോകുന്നൊരു യുവാവ് ഒച്ചത്തിൽ പറയുകയാണ്, എനിക്ക് എന്നെ തന്നെ പിടികിട്ടുന്നില്ല. ശരിക്കും നമുക്ക് നഷ്ടമാകുന്നത് നമ്മുടെ തന്നെ ജെന്യുവൻ പ്രസൻസ് ആണ്. നമ്മുടെ ധ്യാനം, നമ്മുടെ പ്രാർത്ഥന, ഇത് നമ്മളെ ദൈവവുമായി ബന്ധിപ്പിക്കുന്നതാണ്, നമ്മളുമായി ബന്ധിപ്പിക്കുന്നതാണ്. സോഗ്യാൽ റിംപോച്ചെ എഴുതുന്നു, മെഡിറ്റേഷൻ ഈസ് ബ്രിങ് ടു മൈൻഡ് ഹോം. ഈ പിതാവിൻ്റെ സ്വത്തൊക്കെ വാങ്ങി പടിയിറങ്ങി പോകുന്ന ദൂർത്തനുണ്ടല്ലോ, കൂട്ടുകാരുമൊത്ത് ദുർവഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് ദുർവ്യയം ചെയ്ത് നശിച്ച് നാറാണക്കല്ല് കണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു നിമിഷം അവനൊരു ധ്യാനത്തിലേക്ക് വഴുതി വീഴുകയാണ്. ആ ധ്യാനമാണ് അവനെ എവിടെ ഇരിക്കേണ്ടവനാണെന്നും താൻ എങ്ങോട്ട് സഞ്ചരിക്കേണ്ടവനാണെന്നും ബോധ്യപ്പെടുത്തുന്നത്. അപ്പോഴാണ് അവനെ പിടികിട്ടിയത്. അവനെ പിടികിട്ടിയിട്ടുള്ളൊരു മടക്കയാത്രയുണ്ട്. ആ മടക്കയാത്ര അവൻ എത്തേണ്ടിടത്തേക്കുള്ള യാത്രയാണ്. ഈ യാത്രയാണ് ഓരോ ധ്യാനവും നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. നമുക്ക് നമ്മളെ പിടികിട്ടാത്തൊരു ലോകത്ത് നമ്മളെ മനസ്സിലാക്കി തന്ന് നമുക്ക് ദിശാബോധം തരാൻ അതാവശ്യമാണ്. തിരക്കുള്ള ഈ ലോകത്ത് നമുക്കായി ഒരിത്തിരി നേരം മാറ്റിവെക്കണം. ആ മാറ്റിവെക്കുന്ന നേരത്തിൽ ഒരിത്തിരി സമയം ശരിക്കുമുള്ളൊരു ധ്യാനത്തിനായിരിക്കണം. നമുക്ക് നമ്മളെ അന്യമായി പോകുന്ന ഈ ലോകത്ത് നമ്മളെ തന്നെ ഒന്ന് തിരിച്ചു പിടിക്കണ്ടേ? എല്ലാവർക്കും ഒരിത്തിരി സമയം, ദിവസത്തിൽ ഒരു 5 മിനിറ്റെങ്കിലും ശാന്തമായി നമുക്ക് ധ്യാനിക്കാനായി മാറ്റിവെക്കാം. അത് കേവലം ശ്വാസോച്ഛ്വാസത്തിൻ്റെ ഗതിവിഗതികളിലോ ചമ്പ്രം പൊട്ടിയിരിക്കുന്നതിലോ അല്ല. അതൊക്കെ അതിൻ്റെ ഭാഗമായിരിക്കാം. എന്നാൽ നമ്മുടെ മനസ്സിനെ കർത്താവുമായി ബന്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ജോഷുവ ദീർഘദർശിയുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ അന്യമായി പോകുന്നൊരു കാലത്തിൻ്റെ നടുവിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ തിരിച്ചു പിടിക്കാൻ ഒരു ധ്യാനം ഞങ്ങളുടെ ഉള്ളിൽ നടക്കണം. തിരക്കേറിയ ജീവിതത്തിൻ്റെ നടുവിൽ ഒരല്പനേരം മാറിയിരുന്ന ഞങ്ങളുടെ മനസ്സ് ശാന്തമാകുവാനും കർത്താവുമായി ഞങ്ങളുടെ ജീവിതത്തെ ബന്ധിപ്പിക്കുവാനും ഒരു തിരുവചനത്തിൻ്റെ ധ്യാനം ഞങ്ങളുടെ ഉള്ളിൽ നടക്കുവാനും അവിടുത്തെ കൃപ ഞങ്ങളിൽ പകരണമേ. ദൈവം തന്ന ജീവിതത്തെ ആ മികവോടെ ദൈവത്തിന് സമർപ്പിക്കാനുള്ള ഒരു തിരുമുൽ കാഴ്ചയാണ്. അത് കൈവിട്ട് കളയാനുള്ളതല്ല, നശിപ്പിക്കാനുള്ളതുമല്ല, ആത്മാവിൽ ശക്തി പ്രാപിക്കാനുള്ളതാണ്. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.